ഇരുത്തിട്ട് നേരെ പോയിട്ട് അമൃതങ്ങളോട് പറഞ്ഞു, നേതാവേ, നിങ്ങളെ കാണാൻ മദീനത്തെ പള്ളിയിൽ നിന്ന് ഒരു സ്വഹാബി വന്നിട്ടുണ്ട്. കേട്ടിന്റെ റസൂലുള്ളാഹി തങ്ങൾ ഒരാളെ ഇങ്ങോട്ട് അയച്ചാൽ നബി വന്നതുപോലല്ലേ, നീ എന്നിട്ടൊരാളെ കേട്ടിട്ട് ഉള്ളിലേക്ക് വരാൻ പറ. ഉള്ളിലേക്ക് നീക്കെന്താവലല്ലേ, പോടാ ഞാൻ വരാൻ പറയാം, അപ്പൊ നീക്ക് അറിയൂ. നേരെ പോയിട്ട് പറഞ്ഞ് പോയിക്കോ. ബഹുമാനപ്പെട്ട സഅദ് പറഞ്ഞു, ഗേട്ട് തുറക്ക്. ഗേട്ട് തുറക്കുന്ന ലോറി വരുമ്പോ മാത്രല്ലേ, എന്നാ നിനക്ക് സൈഡിൽ മനുഷ്യന്മാർക്ക് നടന്നു പോവാൻ വയ്യുണ്ടോ? ഗേറ്റിന്റെ അപ്പുറത്ത് പോ, അതില് ഞാൻ പോവാൻ. അവൾക്ക് ഫുള്ള് ഗേട്ട് തുറക്ക്. ഇതെന്തിനറിയോ, ആടെ പോയിട്ട് അയാൾ കത്തിയെത്തി ഓൻ ഗേട്ട് എടുത്തില്ലെങ്കിൽ ഇടയിൽ കുടിക്കിച്ച് മരിക്കുന്ന വേണ്ട, തുറന്നില്ല ഗേട്ട് ഫുള്ള്. അല്ലല്ല, ഗേട്ട് തുറക്കും, ഞാൻ സ്വഹാബിയാ പറയുന്നത്. ഗേട്ട് തുറന്നു വെച്ച് ബഹുമാനപ്പെട്ട സഅദ് ആ കമ്പൗണ്ടിന്റെ ഉള്ളിൽ കയറ്റി ഇങ്ങനെ നടക്കുമ്പോ എന്ത് പറയേണ്ട, പൂത്തോട്ടം, നല്ല പൂവിന്റെ തോട്ടങ്ങൾ, എത്ര ജാതിയിലുള്ള പൂക്കളും. അതിന്റെ ഇടയ്ക്ക് ഈത്തപ്പനത്തിന്റെ മരം, നല്ല പൗത്ത ഈത്തപ്പഴം, അതിൽ മുന്തിരി വള്ളി, നല്ല തണുപ്പ് അന്തരീക്ഷം. കാരണം പുറത്തു വരുന്ന സ്വർഗം പോലത്തെ തോട്ടാണ്. ഈ തോട്ടത്തിന്റെ ഒരു ഭാഗത്തിലാണ് അന്ന് തന്നെ മാളിക പോല, നമ്മളെ ഇന്നത്തെ സ്ലേപ്പല്ല, മണ്ണ് കൊണ്ട് ഇങ്ങനെ ഇഷ്ടിക കൊണ്ടുണ്ടാകപ്പെട്ട കൊട്ടാര, രാജാവിന്റെ കൊട്ടാരം പോലത്തെ മാളിക വീടാണ് അമൃതങ്ങൾക്കുള്ളത്. ബഹുമാനപ്പെട്ട സഅദ് ഇങ്ങനെ നടക്കുമ്പോ പെട്ടെന്ന് ഈ പൂത്തോട്ടത്തിലെ ഈ കമ്പൗണ്ടിന്റെ ഉള്ളില് ഒരു ശബ്ദം കേട്ടു, ഒരു കൂറ്റി. എന്താ കൂറ്റി? ഹൈ ക്ലാസ് ഒരു മുളിപ്പാട്ട്. നിനക്ക് മുളിപ്പാട്ട് അറിയല്ലേ? മുളിപ്പാട്ടല്ലേ, മുളിപ്പാട്ട് മൂക്കില് പാടുന്നത്. ഇപ്പത്തെ പിള്ളേർ നമ്മൾ ബേസമാർക്കല്ല, പണ്ട് ഉമ്മല്ല പാടിക്കൊണ്ടേതാ അരക്കമ്പോ. അപ്പൊ കോയി ഒറ്റിക്കൊണ്ടേ ടൈമല്ലേ, ഇപ്പൊ ഫോറമിന്റെ ഉള്ളിലല്ലേ കോയി. അപ്പൊ നമ്മളെ ബുദ്ധി ശരിയുണ്ടായി. ഇങ്ങനെയുണ്ടാവും. കുഞ്ഞിനാടുമ്പോ അതും പാടും, ഒരു കിളി വണ്ണത്തിരിയാർ മുഹമ്മദ്. പണ്ടത്തെ ഉമ്മ പാടിയ പാട്ട് ഇങ്ങനെയുള്ള പാട്ടില്ലേ, ബിസ്മിയും ഹംദും സ്വലാത്തും നൽ സലാമും മുന്നേ നബി സത്മാല ഞാൻ തുടങ്ങിയിട്ടുന്നേ ജിഗവരന്നെ ബീകുമാലരി ഓരിലും സ്വലാത്തെ ജിഗസലാമും ചൊല്ലി സർദീനത്തെ അക്രമുൽ മുകറമായ ത്വാഅമാമുനത്തെ അഹതമ എനിക്കിതിയിൽ ഏകണം പേരോത്തെ. കേട്ടിട്ടില്ലേ നഫീസത്ത് മാല? ഇപ്പൊ എല്ലാവർക്കും അറിയും. ഈ മൊബൈൽ എന്നുള്ളത് കുറച്ചത് ബുദ്ധിമുട്ടാണെങ്കിലും നല്ലതാണ്. കാരണം ഈ നഫീസത്ത് മാല, മൊഹീദി മാല ഇതിനിടയ്ക്ക് മക്കൾക്ക് ആർക്കും അറിഞ്ഞുകൊണ്ടായിട്ടില്ല. ഇപ്പൊ ഈ മൊബൈൽ ഇതിലൊക്കെ നോക്കുമ്പോ നല്ല നല്ല ഉസ്താദമാരെ ബുർദയും നഫീസത്ത് മാല, മൊഹീദി മാല ഒക്കെ വരുന്നത് അൽഹംദുലില്ലാ നല്ല കാര്യമാണ്. ആ മൊബൈൽ ഞങ്ങൾ പിടിച്ചിട്ട് നല്ലത് അതിലും തെരഞ്ഞെടുക്കണം, എന്നാൽ നമ്മൾക്ക് കൂലി ഉണ്ടാവും. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മൊബൈൽ കുടിക്കണമെന്ന് പറയാൻ പറ്റൂല, അതില്ലാതെ ഒന്നും ഇല്ലല്ലോ ഇന്ന്. ഇത് മൊബൈലിന്റെ കാലമാണല്ലോ. എന്നാൽ അതിൽ നല്ലതുണ്ട്, നല്ലത് ഞങ്ങൾക്ക് പറക്കെടുക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നഫീസത്ത് മാല എന്നൊരു മാലയുണ്ട്. മകളായ ബംഗീസം ആഹ്ലി ബൈത്തിൽ പാതിയോരായേ കാരുണ താരളർ ബീവി നഫീസത്തിൽ റാളിയല്ലാഹ് കരുണരേ നീവാജങ്ങൾ കണയിത്തീടല്ലാഹ്. ബഹുമാനപ്പെട്ട മഹദി നഫീസത്ത് റളിയല്ലാഹു അൻഹ ഷാഫി ഇമാമിന്റെ കാലഘട്ടത്തിൽ മിസ്റിൽ ജീവിച്ചിരുന്ന ഒരു മഹദിയായിരുന്നു. ഒരു ദിവസം ബഹുമാനപ്പെട്ട നഫീസത്ത് ബീവിന്റെ ഹദ്റത്തിലേക്ക് ഒരു ബേസത്തിയായ ഉമ്മ വരികയാണ്. ആ ഉമ്മ വന്നിട്ട് പറഞ്ഞു, നഫീസ ബീബിയേ, ഞാൻ കിളവിയാണ്, എനിക്ക് 4 പെണ്ണുമക്കളുണ്ട്. ആ 4 പെണ്ണുമക്കളും യതീമാണ്.
എന്റെ പണി എന്താണെന്നറിയോ? ഞാൻ അങ്ങാടിയിലേക്ക് പോവും, ടൗണിലേക്ക് പോയിട്ട് ഞാൻ പരത്തി കൊണ്ടുവരും. അതായത് ഞാൻ അവിടുന്ന് പഞ്ഞി കൊണ്ടുവന്നിട്ട് ഞാൻ നല്ല ആഭരണം ഉണ്ടാക്കും. നമ്മൾക്കുള്ള പെണ്ണുങ്ങളൊക്കെ പണ്ടുണ്ടാക്കിയ ആഭരണങ്ങൾ, ബാസ്കറ്റ് പോലെയുള്ളത്, ഗൊമ്പ പോലെയുള്ളത് ഞാൻ ഉണ്ടാക്കും. എന്നിട്ട് അതിന് ഞാൻ തലയിൽ ഒരു പട്ടിയിൽ വെക്കും, കൊട്ടയിൽ വെക്കും. എന്നിട്ട് ഞാൻ അതിനെ ചുമന്നിട്ട് പുറത്തിട്ട് ടൗണിലേക്ക് പോവും. അതിനവിടെ വിൽക്കും. അതിൽ കിട്ടുന്ന ലാഭത്തില് 8 ദിവസത്തിന് എന്റെ മക്കൾക്ക്, 4 പെണ്ണുമക്കൾക്ക് വേണ്ടി തിന്നാനുള്ള ഭക്ഷണം ഞാൻ വാങ്ങും, കോതമ്പ വാങ്ങും. ബാക്കി പകുതി പൈസയിൽ കുറച്ച പഞ്ച് ഞാൻ വാങ്ങും. എന്നിട്ട് വീട്ടിലേക്ക് വരും. രണ്ടാമതും ഞങ്ങൾ നല്ലത് പഞ്ച് കൊണ്ട് ആഭരണങ്ങൾ റെഡിയാക്കും. അതിനെയും തലയിൽ വെച്ചിട്ട് ഞാൻ കൊണ്ടുപോയി വിൽക്കും. ഇങ്ങനെയുള്ളൊരു ബേസത്തിയായ ഉമ്മയാണ്, ഒരു കിളവിയാണ് ഞാൻ. ഇന്ന് എന്റെ തലയിൽ ഞാൻ പൊട്ടിവെച്ചിട്ട്, ആ ആഭരണങ്ങൾ വെച്ചിട്ട്, ആ പഞ്ഞി വെച്ചിട്ട് ഞാൻ ഇങ്ങനെ നടന്നു പോകുമ്പോ, നടന്നിടുമ്പോ നാടി ത്വൈറ് രാഞ്ചി കൊണ്ട് മുത്തുബീബി കേട്ട് ദുആ ചെയ്ത സമയത്ത് മുന്തി കുഞ്ചും മാനുജറുകൾ വന്ദി മാഷം. ആ പെണ്ണുങ്ങൾ പറയുന്നു, ബീബിയെ, ഞാൻ ഇങ്ങനെ നടന്നു പോകുമ്പോ വലിയൊരു പക്ഷി വന്ന് ഗിടിയുണ്ടല്ലോ, അതുപോലെയുള്ള വലിയ പക്ഷി വന്നിട്ട് എന്റെ തലയുള്ള നൂലിന്റെ കെട്ടിന് അത് കൊത്തി പാറിപോയി. ബീബിയെ, എനിക്കിന്ന് വിൽക്കാൻ എന്റെ കയ്യിലൊന്നില്ല. അതിന് വിറ്റില്ലെങ്കിൽ എന്റെ മക്കൾക്ക് ചോറ് കൊടുക്കാനോ അരി വാങ്ങാനോ ഗോതമ്പ് വാങ്ങാനോ എന്റെ കയ്യിൽ ഗതിയില്ല. ബീബിയെ, നിങ്ങൾ അല്ലാഹുവിന്റെ വിനായത്ത് വാങ്ങിയ പെണ്ണാണ്, എനിക്ക് എന്റെ പഞ്ഞിന്റെ കെട്ട് വേണമെന്ന് ആ ഉമ്മ നഫീസത്ത് ബീവിയോട് പറഞ്ഞപ്പോ, നഫീസത്ത് ബീവി റളിയല്ലാഹു അൻഹ 2 കരമിങ്ങനെ ഉയർത്തിട്ട് ദുആയിരുന്നു, അല്ലാഹ് ഈ പെണ്ണുങ്ങളെ ബേജാറിന് തീർക്കണം. എന്റെ പ്രിയപ്പെട്ട ഉമ്മ പെങ്ങന്മാരെ, നഫീസത്ത് ബീവി നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറയുന്നത്, ആണുങ്ങളെക്കാൾ അധികം പെണ്ണുങ്ങളാ ഉള്ളത്. ബഹുമാനപ്പെട്ട നഫീസത്ത് ബീവി ദുആയിരുന്നു, പടച്ചോനെ എന്റെ ഈ ഉമ്മാക്ക് നീ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ 4 ആൾക്കാർ വന്ന്, 4 ആള് പാഞ്ഞോന്ന് വന്നിട്ട് വലിയൊരു പൈസന്റെ കെട്ട് നഫീസത്ത് ബീബിന്റെ അടുത്ത് നേർച്ച, ഇത് നിങ്ങൾക്ക് ഹദിയ. എന്തിനാ? ഞങ്ങളിങ്ങനെ കപ്പള്ളി ഓട, പണ്ടത്തെ കപ്പളല്ലേ, ഓട പോലത്തെ കപ്പള്ളി ഇങ്ങനെ കടലിൽ പോകുമ്പോ നമ്മളെ കപ്പൾക്ക് ഒരു ഓട്ടയായി ആയിട്ട് തണ്ണി വെള്ളം ഉള്ളിലേക്ക് കെട്ടി കപ്പള് മുങ്ങാനായി. അപ്പൊ ബീവിയെ, നിങ്ങളെ വിളിച്ചിട്ട് ഞാൻ അല്ലാഹുവിനോട് ദുആരന്നപ്പോ ഒരു പക്ഷി വലിയൊരു പഞ്ചിന്റെ നൂലിന്റെ കെട്ട് കൊണ്ടുവന്ന് നമ്മളെ ഓടത്തിലിട്ട് ആ ഓട്ടയായ സ്ഥലം ബന്ധായിട്ട് നമ്മൾ ബച്ചാവായി പോയി. അതുകൊണ്ട് ഇത്ര നേർച്ച നിങ്ങൾക്കുണ്ട്. ബഹുമാനപ്പെട്ട നഫീസത്ത് ബീവി ഈ പൈസ എടുത്തിട്ട് ഈ ഉമ്മാക്കഥ കൊടുത്തു. ഇതാണ് ഔലിയാക്കന്മാർ. അങ്ങനെയുള്ള ബഹുമാനപ്പെട്ട ബീബി നഫീസത്തുൽ മിസ്രിയാന്റെ ബീബി റളിയല്ലാഹു അൻഹയുടെ നഫീസത്ത് മാലയുണ്ട്, റിഫായി ശൈഖിന്റെ റിഫായി മാലയുണ്ട്. ഇങ്ങനെ ഒരുപാട് മാലകളില്ലേ. പണ്ടത്തെ പല പല പാട്ടുകളുണ്ട്, നല്ല നല്ല പാട്ട് പണ്ടുണ്ടായി. ഈ ഭാഗത്തിലെ ദഫിന് നല്ല നല്ല പാട്ടുകൾ ഇപ്പോഴും കേൾക്കുന്നു. പക്ഷെ ചില നാട്ടിൽ പോയാൽ പണ്ടത്തെ ഒരു പാട്ടുമില്ല. ഇന്നത്തെ പാട്ട് നിങ്ങൾക്കറിയോ? ഇന്നത്തെ സർട്ടേന്നറിയോ? അതറിയോ? അതിന്റെ കച്ചവടക്കാരന്റെ പാട്ടറിയാലോ. ഇന്നത്തെ പാട്ടും പണ്ടത്തെ പാട്ട് എത്രയേ വ്യത്യാസമില്ലേ. പണ്ടത്തെ നല്ല നല്ല പാട്ടുകൾ ഉണ്ടായിരുന്നു. ഒരു പാട്ട് പാടാ. ആറ്റൽ നബിന്റെ ബീബി ഫാത്തിമ, അത് 5-ാണ്ടായത്ര ഒരു പണ്ടത്തെ പാട്ട് എന്താണ്? പണ്ടത്തെ പാട്ട് ബദരിങ്ങളെ കുതുബയോരേ മുഹിയത്തിൽ ശൈഖ് റിഫായിയോരേ ഞങ്ങൾക്കുള്ള മുറദുകളെ ഹസീനകി തരണേ അല്ലാഹ്. കണ്ണന്മാരെ കണ്ണീനെ തൊട്ടും ഹസദന്മാരെ ഹസദിനെ തൊട്ടു പടച്ചവനെ ബദിരിങ്ങളാൽ കാത്തിടണേ റഹ്മാനേ. ഇന്ന് ആ പാട്ട് കേൾക്കാനില്ല. ഇന്നത്തെ പാട്ടെന്നെ ചേഞ്ചാട്. എന്നാലും പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ, ഏതോ ആവട്ടെ, സഅദ് റളിയല്ലാഹു അൻഹു ഈ പോത്തോട്ടത്തിന്റെ ഉള്ളിൽ നടക്കുമ്പോ പാട്ട് കേട്ട ഒരു പെണ്ണിന്റെ പാട്ട്. എന്ത് പാട്ടറിയോ?
ഇങ്ങനത്തെ ഒരു പാട്ട് അന്നത്തെ ബാസിന്റെ. ബഹുമാനപ്പെട്ട സഅദ് അറിയാതെ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോ ആര്? അമൃതങ്ങൾക്കുള്ള മോള് സഫിയ, സുന്ദരിയായ പെണ്ണ്. ഞാൻ ഇന്നലെ ബീബി ആഷൂറാന്റെ കഥ പറഞ്ഞിട്ടില്ലേ? ബീബി ആഷൂറാനെ പോലെ ചന്തത്തിന്റെ പെണ്ണ ബഹുമാനപ്പെട്ട സഫിയ ബീബി. എന്റെ മക്കനെ കുറച്ച് അങ്ങോട്ട്, അവിടെ ആണുങ്ങളില്ല, സ്വന്തം തോട്ടല്ലേ. സഫിയാക്ക് ഭയങ്കര ഇഷ്ടപ്പൂ. അങ്ങനെ ഉപ്പ പല നാട്ടിൽ നിന്നും പല സൈസിന്റെ പൂക്കൾക്കുള്ള തൈ ചട്ടികളൊക്കെ കൊണ്ട് നട്ടുതിരിക്കുന്നത്. ഒരു കയ്യിൽ പാത്രം പിടിച്ചിട്ട് സഫിയ ഒരു പൂവെടുക്കുന്നു, മൂക്കില് മണക്കുന്നു, ചട്ടിലിടുന്നു, മറ്റേ പൂ പറിക്കുന്നു. സാദിഖിനെ നോക്കി തമ്പുരാൻ സെക്കൻഡ് ആവോ നോക്കിയിട്ടില്ല. ഞാൻ കെട്ടുന്ന പെണ്ണ. ഈ ശബ്ദം കേട്ടപ്പോ സഫി ഇങ്ങനെ നോക്കിട്ട് ജോയ് ബന്ധു ജോയ് സഫിയ ഒറ്റ ഓട്ടം പോരന്റെ ഉള്ളിൽ. സായദ് മനസ്സിലാക്കി ഓളെ ഞാൻ കെട്ടുന്ന എന്നെ ഊട് നോക്കട്ടപ്പോ ഈ പൂവിന്റെ ബട്ടിനെ എറിഞ്ഞിട്ട് ഓടിയ ഓട്ടയാളെ കണ്ടിട്ട് ഓളെ കെട്ടാൻ ഞാൻ പോകുന്നതാ. വേണ്ട റബ്ബേ ഞാൻ പോവാ എന്നിയാൾ ഇങ്ങനെ തിരിയാൻ പോ. കാവലുകാരോ അവിടെ മുതലാളി റഹ്മാനായ റബ്ബേ അങ്ങ് പോണുകല്ല ഇങ്ങ് പറഞ്ഞുകല്ല നടു തോട്ടത്തിലായ പോലെ അള്ളാന്റെ വിധി പോലെ എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട സഅദ് നല്ല പോയിട്ട് പോരന്റെ വീട്ടിന്റെ അവിടത്തേക്ക് എത്തി. ഔത്തരോട് 2 മാളിയ അവിടെ പോയിരുന്നു. മുതലാളി പറഞ്ഞിട്ട് പോ. മുതലാളി അട്ടത്ത് മാളിയലി. ആ റഹ്മാനായ റബ്ബേ, ആ VIP-കൾ സ്വഹാബത്തല്ല പറഞ്ഞെങ്കിൽ ഇരുത്താനുള്ള റൂമുണ്ട്. മുതലാളി മീതെ ഉണ്ട്. പോ നോക്കുമ്പോ ഈ മാളിയൊക്കെ കയറി ഏണി വെച്ചിട്ടുണ്ട്. സഅദീനെ നോക്കുന്നോ? ഞാനിപ്പൊ പോയെങ്കിൽ കത്തി എടുക്കും. ഇങ്ങനെ റബ്ബെ ഞാൻ തുള്ളുന്ന താഴേക്ക് ഏണിന്റെ മീതെ. അല്ല മുതലാളി താഴേക്ക് വരില്ല. ഇല്ല മുതലാളി കീഴ് വരില്ല. പോയിക്കോ പോയിക്കോ. ഒരു മിനിറ്റ്. 1 2 4 5 6 7 12 ಅಳ್ಳಿಂದ ಹಿಳ್ಳಿಗೆ ಇಲ್ಲಿಂದ ಅಳ್ಳಿಗೆ ಇಲ್ಲಿಂದ ಅಳ್ಳಿಂದ ಇಲ್ಲಿ ಗೇಟ್ ಇಡಂಡಾವ. ಗೇಟ್ തുറന്നു വെക്ക്. ഇല്ലിಂದ എന്താ എന്തില്ല എനിക്കൊരു പുര കെട്ടാനുണ്ട്. അപ്പൊ സ്റ്റെപ്പ് എത്ര ഉണ്ട്? ഇത് സഅദ് എണ്ണിയത് എന്റെ കാള് എത്ര സ്റ്റെപ്പിലേക്ക് തുള്ളമ്പോ പിയ്യോ. ബഹുമാനപ്പെട്ട സഅദ് സ്റ്റെപ്പ് കയറിട്ട് മീതെ പോയിട്ട് മെല്ലെ ബാദലടിച്ചപ്പോ പെട്ടെന്ന് ബാദൽ ഇങ്ങനെ തുറക്കലോടുകൂടെ സത്യാദൂതരയച്ച സഅദ് വെള്ളിടയമരിൽ സഫിയ നിക്കാഹ് ചെയ്യണമെന്ന് നബിയുള്ള ഓർത്തിടല. സത്യദൂതരയച്ച സഅദ് ചൊല്ലി വഹബിൽ. സത്യദൂതരയച്ച സഅദ് ചൊല്ലി വഹബിൽ. സഫിയയെ നിക്കാഹ് ചെയ്യണമെന്ന് നബിയുള്ളായ ചവന. അസ്സലാമു അലൈക യാ അഖി അസ്സലാമു അലൈക യാ അസ്സലാമു അലൈക യാ അഖി അസ്സലാമു അലൈക യാ. സത്യദൂതരയച്ച സഅദ് ചൊല്ലി വഹബിൽ. സഫിയയെ നിക്കാഹ് ചെയ്യണമെന്ന് നബിയുള്ളായ ചവന. അസ്സലാമു അലൈക യാ അഖി അസ്സലാമു അലൈക യാ അസ്സലാമു അലൈക യാ അഖി അസ്സലാമു അലൈക യാ. എൻ മനസ്സിൽ ഇന്നൊരു മോഹമാ, എൻ മനസ്സിൽ ഇന്നൊരു മോഹമാ. രാജകുരുവിൻ ചേലി പോൾ എന്നൊന്നു നോക്കും നിന്നോളെ. അസ്സലാമു അലൈക യാ അഖി അസ്സലാമു അലൈക യാ അസ്സലാമു അലൈക യാ അഖി അസ്സലാമു അലൈക യാ. സത്യദൂതരയച്ച സഅദ് ചൊല്ലി വഹബിൽ. സഫിയയെ നിക്കാഹ് ചെയ്യണമെന്ന് നബിയുള്ളായ ചവന. അസ്സലാമു അലൈക യാ അഖി അസ്സലാമു അലൈക യാ അസ്സലാമു അലൈക യാ അഖി അസ്സലാമു അലൈക യാ. അമൃതങ്ങൾ ഇങ്ങനെ വാതിൽ തുറക്കലോടുകൂടെ അസ്സലാമു അലൈക്കും യാ അഖി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുത്തു റസൂലുള്ളാഹി തങ്ങൾ നിങ്ങൾക്ക് ഒരു സലാം പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അമൃതങ്ങൾ ഇങ്ങനെ നോക്കി നിങ്ങൾ ആരാ
സലാം അടക്കിട്ട് ഞാൻ സിൽമിയാണ് എന്റെ കുടുംബം. ഫസ്റ്റ് കുടുംബം പറയണം, ഗോത്രം പറയണം. എന്റെ കുടുംബം ഖുറൈശ്, ഇങ്ങനെ പല കുടുംബമുണ്ടല്ലോ. ഞാൻ സിൽമിയാണ്, എന്റെ പേര് സഅദാണ്, സ്വഹാബിയാണ്. നിങ്ങൾ ഞാൻ പള്ളിയിൽ മുമ്പിലിരിക്കലില്ല, ഞാൻ ബാക്കിലിരിക്കല്. നിങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്, എന്നെ നിങ്ങൾ കണ്ടിട്ടില്ല മുതലാളി. എന്ത് വന്ന് വേണ്ട, ഞാനിവിടെ ഏളിൽ നിന്നോളാം, കാര്യം പറഞ്ഞോളാം. അല്ലല്ല ഞാൻ ഇവിടെ നിന്നോളാം. ഡോർ ടപ്പടഞ്ഞു പോ. ഇതെന്ത് ഇങ്ങനെ ഡോർ? അത് എടുക്കാൻ പാടയും ഒരു പെസല. അത് ശരി, ഇത് എടുക്കാൻ പറ്റല്ലേ? അതിങ്ങനെ വലിക്കുമ്പോ വരുന്ന പിന്നെ പയ്യൊക്കെ പോകും. ഓ ഇരിക്കി. അങ്ങനെ നല്ല സോപ്പ് കൊടുത്ത് ഈ സോപ്പ് ഇയാള് പഠിച്ചോനെ സ്വർഗത്തിന്റെ സോപ്പ് എങ്ങനെ ഇരിക്കുമല്ലേ? ഇയാള് ഇരുന്ന് അമൃതങ്ങളോട് ഇരുന്ന്. അപ്പൊ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് സഫിയ ബീവി വന്നിട്ട് ഇങ്ങനെ നോക്കി, ഒരു മോള് മാത്രല്ലേ? ഓ പടച്ചോനെ, ഇത് സ്വഹാബിയാ. റബ്ബേ നീ നോക്കുന്നത് മനസ്സിലേക്കാ, ഞാൻ നോക്കിയത് മുഖത്തിലേക്കായി പോയി. അല്ലാഹ് മാഫാക്കണേ. സഫിയ ബീബി അവിടെ നല്ല ജ്യൂസൊക്കെ റെഡിയാക്കി. എന്താ സഅദേ നിങ്ങൾ വന്നത്?